ഹായ്! ഇന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. അതിലേക്ക് ആവശ്യമായ ഒരു സാധനം മൈദ, എള്ള്, റവ, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിൻ്റെ ആവശ്യം. പിന്നെ ശകലം പഞ്ചസാര കൂടെ ചേർത്ത് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് ദോശ ബാറ്റർ കൺസിസ്റ്റൻസി ആക്കി അതിലേക്ക് നേന്ത്രപ്പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് രുചികരമായ പഴംപൊരി ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേർക്കുന്ന എള്ളാണ്. ശകലം വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് ഒരു ദോശ ബാറ്റർ പോലെ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലത്തെ ഒരു ബാറ്റർ ആക്കിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴമാണ്. അത് അതിലേക്ക് മാവിലേക്ക് മുക്കി എണ്ണയിലിടുക. ഇപ്പോൾ ഓരോന്നായിട്ട് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നമുക്ക് തീ വന്നിട്ട് സിമ്മിലാക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നല്ല മൊരിഞ്ഞ് വരണ കണക്കിന് ആക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും വൈകുന്നേരം. ഇപ്പോൾ അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം ബാക്കിയിരിക്കുന്നതും അതേപോലെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ചായ ഇടും മുമ്പേ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടല്ലോ, സ്വാദിഷ്ടമായ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.